2019 മാർച്ച് 28 ലൂസിഫർ ഫാൻ ഷോ ഇറങ്ങിയപ്പോൾ എനിക്ക് ആദ്യം തോന്നിയ കാര്യങ്ങളിൽ ഒന്നാണ് ഇതിനൊരു സീക്വൽ വന്നാൽ അടിപൊളിയായിരിക്കുമെന്ന്. അങ്ങനെ തോന്നാൻ കുറച്ച് കാരണങ്ങളുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. സോ ആഫ്റ്റർ 6 years എമ്പുരാൻ റിലീസാകാൻ പോകുന്നു. സ്റ്റിൽ ഐ തിങ്ക് ലൂസിഫറിൻ്റെ ഇന്നർ ലെയേഴ്സിനെ കുറിച്ചും ക്യാരക്ടേഴ്സിൻ്റെ ഡെപ്തിനെ കുറിച്ചും വേണ്ടത്ര ഒരു ഡിസ്കഷൻ വന്നിട്ടില്ല. കുറച്ച് പേർക്കെങ്കിലും ലൂസിഫറിൻ്റെ ഫുൾ സ്കെയിൽ അറിയുന്നുണ്ടാവില്ല. സോ ഇറ്റ്സ് എ പെർഫെക്റ്റ് ടൈം ടു ഗെറ്റ് എ റീക്യാപ്പ് ആൻഡ് ടോക്ക് അബൌട്ട് ദ ലെയേഴ്സ് ഓഫ് ലൂസിഫറിൽ. എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായി തോന്നിയ ഒരു കാര്യമാണ് ഒരു വലിയ സ്കെയിലുള്ള വേൾഡ് ബിൽഡിംഗ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും എല്ലാവർക്കും വ്യക്തമായി സ്പേസ് ഉള്ള മെമ്മറബിൾ ആവുന്ന ഒരു സിനിമാറ്റിക് വേൾഡാണ് ലൂസിഫറിലേത്. ഈ സിനിമയുടെ കഥ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷേ സട്ടിലായി പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ബൈജു ചെയ്ത മുരുകൻ്റെ ക്യാരക്ടർ സ്റ്റീഫൻ്റെ ഇൻട്രോ സീനിൽ മുണ്ടയച്ചിടുന്നത് തുടങ്ങി. എന്താണോ ബഹളം? പ്രൈം മിനിസ്റ്റർ എത്തിയോ? ഇതിലും ഭേദം അങ്ങേര് വരുന്നതായിരുന്നു. പടത്തിന്റെ എൻഡ് സ്ക്രോളിൽ 52 ഇന്റലിജൻസ് ഏജൻസീസിന്റെ ഹൈ റാങ്ക് ഒഫീഷ്യൽസായി ഖുറേഷി എബ്രാഹിമിന്റെ ആൾക്കാരുണ്ട് എന്ന് ഇന്റർപോൾ റിപ്പോർട്ട് വരെ കാണിക്കുന്നുണ്ട്. 6 വർഷം മുമ്പ് മാത്രമാണ് സ്റ്റീഫന്റെ പേര് കേരള രാഷ്ട്രീയത്തിൽ കേട്ടു തുടങ്ങിയതെന്ന് ഗോവർദ്ധൻ പറയുന്നുണ്ട്. കഴിഞ്ഞ 6 വർഷമായിട്ടാണ് ഈ പേര് ഈണത്തിൽ കേട്ടു തുടങ്ങിയതും അറിയപ്പെടുന്നതും ജനപ്രിയമാകുന്നതും. അതിനു മുമ്പുള്ള അയാളുടെ ലൈഫ് ആർക്കും അറിയില്ല. മണപ്പാട്ടിൽ ചാണ്ടി എന്ന IUF ഫണ്ട് ചെയ്യുന്ന വ്യക്തിയുമായുള്ള ബന്ധമാണ് സ്റ്റീഫന്റെ പാർട്ടിയുമായുള്ള ഏക ബന്ധമെന്നും അയാൾ പറയുന്നുണ്ട്. പക്ഷേ ബേസിക്കലി IUF ഫണ്ട് ചെയ്യുന്നത് എബ്രാം ഖുറേഷി ഗ്യാങ് തന്നെയാണ്. രജു, ഖുറേഷി അബ്രാം ഗ്യാങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ തന്നെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ട്രേഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻഫേമസ് നെക്സസ്. ദേ ആർ ബാക്കിംഗ് മണപ്പാട്ടിൽ ആൻഡ് ഹെൻസ് ദി IUF. മണപ്പാട്ടിൽ അച്ചായന്റെ പാർട്ടി ഫണ്ടിങ് മോണിറ്റർ ചെയ്യാൻ രാംദാസ് സാർ ഏൽപ്പിച്ചിരുന്നത് എന്നെയാണ്. എനിക്കറിയാം, ആവശ്യത്തിനുണ്ട്. ആക്ച്വലി മണപ്പാട്ടിൽ ചാണ്ടിയായി സുനിൽ സുഗതായി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ബട്ട് ഫൈനൽ എഡിറ്റിൽ സീൻസെല്ലാം ട്രിമ്മായി പോയതാണ്. ഇത്തരത്തിലൊരു മിസ്റ്ററി ആയ സ്റ്റീഫൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതും ഇതെല്ലാം ചെയ്യുന്നതും PKRനോടുള്ള എന്തോ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് മാത്രമാണ്. PK രാംദാസ് എന്ന PKR എൻ്റെ അച്ഛനാണോ? PKR മരിച്ചതിന് ശേഷം അയാളുടെ സ്ഥാനത്ത് അയാളുടെ മകനെ കൊണ്ടുവരിക എന്നത് മാത്രമാണ് സ്റ്റീഫന്റെ പ്ലാൻ. ബറാബസിനെ തുറന്നുവിടാൻ ദൈവപുത്രന്റെ മുഖം കാണിച്ചേ പറ്റൂ. ജിതിന് വന്നതിന് ശേഷം താൻ ഇനി രാഷ്ട്രീയത്തിലേക്കില്ല എന്നും അയാൾ പറയുന്നുണ്ട്. അയാളുടെ മുന്നിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും അയാളെ സംബന്ധിച്ച് വളരെ ചെറുതാണ്. ആൻഡ് എമ്പുരാൻ പ്രൊമോഷൻ ഇൻ്റർവ്യൂസിൽ പൃഥ്വിരാജ് പറഞ്ഞ പോലെ സ്റ്റീഫന് അല്ലെങ്കിൽ എബ്രാം ഖുറേഷിക്ക് ഒരു പോയിന്റിൽ പോലും ആ സർക്കംസ്റ്റാൻസിൻ്റെ കൺട്രോൾ പോകുന്നില്ല. അയാളുടെ പവർ അത്രയും വലുതായത് കൊണ്ട് തന്നെ അയാൾ സട്ടിലായാണ് ബാക്കിയെല്ലാം നോക്കി കാണുന്നത്. തമ്പി മയിൽവാഹന തലയില്ലടാ, തലയെടുക്കണമേ. ബേസിക്കലി ഇതിൽ ഓരോ മെയിൻ ക്യാരക്ടേഴ്സിനും അവരവരുടെ ഓൺ പ്ലാൻസ് ഉണ്ട്. വർമ്മ സാറിന് IUF പാർട്ടിയുടെ തലപ്പത്തിരിക്കണം. പ്രിയദർശനിക്ക് സ്റ്റീഫനെ അവരുടെ ലൈഫിൽ നിന്നും തോട്ട്സിൽ നിന്നും ഒഴിവാക്കണം. ബിമൽ നായർക്ക് സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യണം. ഗോവർദ്ധന് സ്റ്റീഫനെക്കുറിച്ചും ബിമൽ നായരെക്കുറിച്ചും എല്ലാം ഉള്ള സത്യം പുറത്തു കൊണ്ടുവരണം. അങ്ങനെ എല്ലാവർക്കും ഒരുപാട് പ്ലാൻസ് ഉണ്ട്. ആൻഡ് അതെല്ലാം സെൻറ്റർ ചെയ്യുന്നത് PK രാംദാസ് എന്ന വ്യക്തിയുടെ മരണത്തിനെയാണ്. അയാൾ മരിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു കയോസിൽ സ്വന്തം പ്ലാൻസ് നടപ്പിലാക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ബട്ട് സ്റ്റീഫൻ ഹാഡ് അതർ പ്ലാൻസ്. ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീയും ചെയ്യില്ല. മിസ്റ്ററിയാണ് സ്റ്റീഫനെ അല്ലെങ്കിൽ എബ്രാം ഖുറേഷിയുടെ ക്യാരക്ടറിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ഹി സീസ് എവറിത്തിങ് ആൻഡ് നോസ് എവറിത്തിങ്, ബട്ട് സ്റ്റിൽ അയാളൊരു ഓർഫനാണ്. ആൻഡ് ആ ഒരു സൈഡ് ഓഫ് സ്റ്റീഫൻ വളരെ സട്ടിൽ ആൻഡ് ബ്യൂട്ടിഫുൾ ആയാണ് ലാലട്ടൻ ചെയ്തിരിക്കുന്നത്. ആശ്രയത്തിലെ കുട്ടികളിലെല്ലാം അയാളെ തന്നെയാണ് കാണുന്നത്. റാഹേലമ്മ എന്താ ഇവിടെ? റോബിച്ച, മഴ കൊള്ളാൻ നിൽക്കാതെ റാഹേലമ്മയും കൊണ്ട് ആശ്രയത്തിലേക്ക് പോകും. നിങ്ങൾ ഈ സിനിമ ഒന്നുകൂടി കാണുമ്പോൾ ഈ ഒരു ആംഗിൾ മനസ്സിൽ വെച്ചാൽ സ്റ്റീഫൻ്റെ ക്യാരക്ടറിൻ്റെ ഡെപ്ത് നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും. സ്റ്റീഫൻ എബ്രാം ഖുറേഷി എല്ലാവരും സംസാരിക്കുന്നത് ആ കുട്ടികളോട് മാത്രമാണ്. ആ ഒരു ഷിഫ്റ്റ് ഓഫ് ക്യാരക്ടർ ഇനി കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എവിഡൻ്റ് ആയിരിക്കും. സ്റ്റീഫന് PKRനോടുള്ള ബന്ധം, അയാൾ 15 വയസ്സിന് ശേഷം 26 കൊല്ലങ്ങൾ എവിടെയായിരുന്നു, എങ്ങനെ എബ്രാം ഖുറേഷിയായി, സയ്യിദ് മസൂദിനെ എങ്ങനെ കണ്ടുമുട്ടി, ഇത്തരത്തിലുള്ള ഒരുപാട് മിസ്റ്ററികളാണ് എമ്പുരാന് വെയിറ്റ് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം. ഇതുവരെ വന്ന ഇന്ത്യൻ 2 part സിനിമകളിലെല്ലാം സെക്കൻഡ് പാർട്ടിലേക്കുള്ളൊരു വലിയ ഹുക്ക് ഇട്ട് വെച്ച് പോകാറുണ്ട്. KGFലായാലും ബാഹുബലിയിലായാലും എല്ലാം. പക്ഷേ ലൂസിഫർ ഫ്രാഞ്ചൈസിൻ്റെ കാര്യത്തിൽ ആ ഹുക്ക് ഈ പറഞ്ഞ മിസ്റ്ററീസാണ്. ജതിനും സ്റ്റീഫനും തമ്മിലുള്ള ബന്ധം, PKR എന്തിന് സ്റ്റീഫനെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്നു എന്ന ചോദ്യം, സ്റ്റീഫൻ മിസ്സായ 15 വർഷങ്ങൾ അയാൾ എന്ത് ചെയ്തു എന്ന ചോദ്യം, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് എമ്പുരാൻ്റെ USP. ഞാൻ ആദ്യം പറഞ്ഞ ലൂസിഫറിനൊരു സെക്കൻഡ് പാർട്ട് വന്നാൽ നൈസായിരിക്കുമെന്ന് തോന്നിയതിൻ്റെ മെയിൻ റീസൺ ആ ക്യാരക്ടർ റീഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്.
ഐ വിൽ എക്സ്പ്ലെയിൻ. ലൂസിഫറും നോളൻ്റെ ബാറ്റ്മാൻ ട്രിലോജിയുമായി ചില ആംഗിൾസിൽ സാമ്യമുണ്ട്. ആൻഡ് ആസ് എ ഹ്യൂജ് ഡാർക്ക് നൈറ്റ് ഫാൻ എനിക്ക് ആദ്യമേ ഹിറ്റ് ചെയ്ത കാര്യമാണ് അത്. സ്റ്റീഫൻ ഒരു ഓർഫനാണ്, ബ്രൂസ് വെയിനും ഓർഫനാണ്. ബ്രൂസ് ചെറുപ്പത്തിൽ നാട് വിട്ടുപോയി ലീഗ് ഓഫ് ഷാഡോസിൽ ട്രെയിൻ ചെയ്ത് തിരിച്ചു വരുന്നു. സ്റ്റീഫനും 15-ാം വയസ്സിൽ മിസ്സായി പിന്നെ തിരിച്ചു വരുന്നത് എബ്രാം ഖുറേഷി ആയിട്ടാണ്. അങ്ങനെ കുറച്ച് സിമിലാരിറ്റീസ് സ്റ്റീഫൻ്റെയും ബാറ്റ്മാൻ്റെയും ക്യാരക്ടേഴ്സിൽ കാണാം. ഇനി എമ്പുരാൻ്റെ സാധ്യത എന്താണെന്ന് വെച്ചാൽ, ലൂസിഫറിൽ നമ്മൾ ആ വേൾഡുമായി പരിചയപ്പെട്ട് കഴിഞ്ഞു. സ്റ്റീഫൻ ആരാണെന്നും അയാളുടെ സ്കെയിൽ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആൻഡ് ലൂസിഫർ അവസാനിക്കുമ്പോൾ എബ്രാം ഖുറേഷി കേരളം വിട്ടു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ കേരളത്തിന് ഈ ഒരു പ്രശ്നം ഉണ്ടായി, നോ വേ ടു ഗോ എന്നൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഡാർക്ക് നൈറ്റ് റൈസസിൽ ഗോതം സിറ്റി ഫോൾ ചെയ്യാൻ നിൽക്കുമ്പോൾ ബാറ്റ്മാൻ സേവിയറായി വരുന്ന പോലെ അറ്റ് ദ വേർജ് ഓഫ് ഫോൾ അവിടെ സ്റ്റീഫനെ എബ്രാം ഖുറേഷിയെ റീഇൻട്രൊഡ്യൂസ് ചെയ്താൽ കിട്ടുന്ന ഗൂസ് പംസ് വളരെ വലുതായിരിക്കും. ഇപ്പോൾ ടീസറും ട്രെയിലറും ഒക്കെ കണ്ടത് വെച്ച് അങ്ങനെയൊരു റീഇൻട്രൊഡക്ഷൻ സീൻ ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. സോ എമ്പുരാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണവും ഇത് തന്നെയാണ്. എന്തായാലും സ്കെയിൽ കൊണ്ടും സ്പെക്ടക്കിൾസ് കൊണ്ടും എമ്പുരാൻ വലിയൊരു സിനിമയാണെന്നതിൽ ഒരു തർക്കവുമില്ല. എന്നാൽ അതിൽ നല്ലൊരു ഇമോഷണൽ ഹുക്ക് കൂടി ഉണ്ടെങ്കിൽ എമ്പുരാൻ കേരള ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡ്സ് ആഡ് ചെയ്യും. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തന്നെ മലയാള സിനിമയ്ക്ക് ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കും. ഓൾസോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ വിമർശനങ്ങൾക്കെല്ലാം മറുപടിയായിട്ട് മോഹൻലാൽ എന്ന പെർഫോമറുടെ മാക്സിമം പൃഥ്വിരാജ് എന്ന ഫാൻ ബോയ് ഊറ്റിയെടുത്തിട്ടുണ്ടാവും എന്ന വിശ്വാസത്തിൽ മറ്റൊരു ഡൈ ഹാർഡ് ഫാൻ ബോയായി ഞാൻ വെയിറ്റിംഗ് ഫോർ എമ്പുരാൻ.